സിനിമ പിന്നെ എൻ്റെ മനസ്സിൽ കയറിയത് ഈ ഉത്തരായനം എന്ന് പറയുന്ന അധികം ആൾക്കാർ കാണാത്ത അവാർഡ് സിനിമയായിട്ടുള്ള ജി അരവിന്ദൻ്റെ സിനിമയിൽ കൂടെയാണ് അതിന് ഉത്തരവാദിത്തമായിട്ടുള്ള ആൾ തിക്കുടിയേട്ടനാണ്. അങ്ങനെയാണ് സിനിമയിൽ വരുന്നത് ഞാൻ. പക്ഷേ ഈ സിനിമ വന്നതിന് ശേഷം അത്തരത്തിലുള്ള സിനിമ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആൾക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. ഒരു ചെറിയ ക്യാരക്ടറാണ്, പക്ഷെ നല്ല ക്യാരക്ടറായിരുന്നു. അന്ന് എന്നെ വിളിക്കാൻ ആരും ഇല്ലാതായപ്പോൾ ഈ മോഹം ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി ഒരു വഴി എന്താണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ വഴിയുള്ളൂ. ഒരു സിനിമ എനിക്ക് വേണ്ടി ഞാൻ തന്നെ പിടിക്കാമെന്നാണ്, വേറെ വഴിയില്ല. അങ്ങനെയാണ് അന്ന് പിടിക്കുമ്പോൾ ഒരു വലിയ മോഹം ഉണ്ടായിരുന്നു എനിക്ക്. അതായത് ഒരുപാട് ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന 2 നടന്മാരുണ്ടെന്ന്, PJ ആൻ്റണി, മറ്റൊന്ന് കൊട്ടാരക്കര ശ്രീധരൻ നായർ. അവരുടെ കൂടെ ഒന്ന് അഭിനയിക്കാമെന്നൊരു മോഹം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അവരെ വിളിച്ചു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്, മനോഹരമായ മൂവിയാണ്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അതിൽ ഒന്നാന്തരം നല്ല പാട്ടുണ്ട്. പ്രത്യേകിച്ചും കേട്ടിട്ടുള്ള പാട്ടുകാരായിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അറിയാമായിരിക്കും. ഉഷസ്സേ നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല എന്ന പാട്ടാണത്. മോഹവീണതൻ എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട് അതിനകത്ത്. അതൊക്കെ വളരെ നല്ല ശോഭയാണ് അതിൽ അഭിനയിച്ചത്. ആ പടം അന്ന് ഈ ഞാനൊക്കെ കൂടി അഭിനയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരിക്കണം, എന്നാർക്കും അറിയില്ലല്ലോ, പടം ഓടിയില്ല. ഇറക്കിയ കാശ് പൊട്ടിപ്പാളിസായി എന്നാണ്.